ഈഴവരുടെ ഉദ്ഭവം. കേരളത്തിലെ ഈഴവരുടെ ജനിതക ഘടകം യൂറോപ്യൻ വംശജരുടെ പിതൃ പരമ്പരയാണ് സൂചിപ്പിക്കുന്നത്. ഇവരുടെ ജനിതക ഘടകം ടർക്കിഷ് ജനതയുടെ ജനിതക ഘടകവുമായിട്ടും ഇറാനിലെ ജനങ്ങളുടെ ജനിതക ഘടകവുമായിട്ടും വളരെയധികം സാമ്യമുണ്ട്, സമാനതയുമുണ്ട്. കാരണം ഇവരുടെ DNA ടെസ്റ്റ് റിസൾട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോടൊപ്പം പങ്കുവച്ചത്. വടക്കൻ ഇന്ത്യയിൽ പഞ്ചാബിലെ സിഖുകാരുടെയും ജാട്ട് വംശജരുടെയും ജനിതക ഘടകമായിട്ട് കേരളത്തിലെ ഈഴവർക്ക് ഒരുപാട് സാമ്യമുണ്ട്. എന്നാൽ ഇന്ത്യൻ ഗവൺമെൻറ് ജാട്ട് വംശജരെയും സിഖ് വംശജരെയും മുന്നോക്ക സമുദായക്കാരായി പരിഗണിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾ ഈഴവരെ പിന്നോക്ക സമുദായക്കാരായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഇവർ പുറത്തുനിന്ന് വന്നവരാണ്. അതുകൊണ്ടാണ് അവരെ അതർ ബാക്ക്വേർഡ് ക്ലാസ് ലിസ്റ്റിൽ ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാനും ഈഴവൻ തന്നെ. ഈഴവർ എല്ലായ്പ്പോഴും സ്വതന്ത്ര ജനതയായിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് ഇറാനിലെ പുരാതന ഗോത്ര വിഭാഗക്കാരാണ് ഇവർ. അതുകൊണ്ടാണ് ഇവരെ ബാക്ക്വേർഡ് ക്ലാസ്സായിട്ട് കേരളത്തിൽ പരിഗണിക്കുന്നത്. ഇവരെ ഒരു ജാതി വ്യവസ്ഥയും ബാധിക്കുന്നില്ല. അതിനൊരു കാരണമുണ്ട്. ദക്ഷിണേന്ത്യൻ ഭരണാധികാരിയായ രാജരാജ ചോഴൻ ഇവരെ ജാതി വ്യവസ്ഥയിൽ നിന്നും പുറത്തു നിർത്തിയിരുന്നു. അതായത് ചരിത്രകാരന്മാർ ദ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് വിശേഷിപ്പിച്ച ബുദ്ധമതത്തെ ലോകം മുഴുവനും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ബുദ്ധമത സന്യാസികളും പ്രചാരകന്മാരുമാണ് ഈ ഗോത്ര സമൂഹമായ ഈഴവർ. ഇവരുടെ വളർച്ചയെ തടയിടാൻ വേണ്ടിയിട്ടാണ് ബ്രാഹ്മണന്മാരും ഇന്ന് കേരളത്തിൽ സവർണർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നായർ സമുദായക്കാരും കൂടി ചേർന്ന് ഈഴവരെ പിന്നോക്ക സമുദായക്കാരായി പുറന്തള്ളപ്പെട്ടത്. അങ്ങനെയാണ് കേരളത്തിൽ ബുദ്ധമതം എന്നേക്കുമായി വിസ്മൃതിയിലേക്ക് പോയത്. ഇതാണ് ഈഴവൻ്റെ ചരിത്രം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത് വരുന്നതാണ്.